അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ മനസ്സ് സന്തോഷം കിട്ടും, റാഹത്ത് കിട്ടും, എല്ലാം നിലക്ക് വളരെ ഹാപ്പിനെസ് ആയിരിക്കും. ഒന്നാമതായി നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. സുബഹിന്റെ തൊട്ട് മുമ്പെങ്കിലും എണീക്കുക, നിസ്കരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തുക. അപ്പം നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. രണ്ടാമത് ദിവസം 2 നേരങ്ങളിൽ കുളിക്കാത്ത ഒരു മനുഷ്യന്മാരുണ്ടാവില്ല. രാവിലെ പണിക്ക് പോകുമ്പോൾ കുളിക്കുക, പണി കഴിഞ്ഞ് വന്നാലും കുളിക്കുക. അങ്ങനെ 2 നേരം കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് മുമ്പേ 2 കരങ്ങളും ഉയർത്തി നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിനിടയിൽ ഒരു കാര്യം വേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾക്ക് ചുവന്ന നിർത്തി കാണാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമന്റ് ചെയ്യുക. അതുപോലെ 5ാമത്തെ കാര്യമുള്ളത് പിന്നെ എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്, ഏത് കാര്യം നമ്മൾ ഉത്തരവാദിത്തോട് കൂടി ചെയ്യുക. ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുക, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ നാളെ ചെയ്യുക. 5ാമത്തെ കാര്യം മുഖപ്രസന്നത. മുഖപ്രസന്നത പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലി ക്രീം തേച്ചുകാണ് മുഖം വെളുപ്പിക്കാന്നില്ല. മറ്റുള്ളവർ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളാൽ സന്തോഷം കിട്ടുന്ന, എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടു കൂടി ആയിരിക്കും നമ്മൾ എല്ലാവരെയും നമ്മൾ സ്വീകരിക്കേണ്ടത്. 6ാമത്തെ കാര്യം, ഏത് കാര്യം തിടുക്കമില്ലാതിരിക്കുക, ധൃതി പിടിക്കാതിരിക്കുക. ഏത് കാര്യത്തിലും നമ്മൾ തിടുക്കം പിടിക്കാതിരിക്കുക. 1-2 കാര്യങ്ങൾ ഹദീസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിന് വേണ്ടി തെറ്റുകൾ ചെയ്താൽ തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2-3 കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ധൃതി പിടിക്കേണ്ട എന്നാണ് പറഞ്ഞത്. ബാക്കി ധൃതി പിടിക്കണം എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ധൃതി പിടിക്കാതിരിക്കുക. ഇന്ന് ചെയ്യാനുള്ള ഇന്ന് ചെയ്യുക, നാളെ ചെയ്യുക നാളെ ചെയ്യുക. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക, അതൊരു ഫോൺ കോളിങ്ങും ചെയ്തിട്ട് അയാൾക്ക് നന്മ വാക്കുകൾ കൊണ്ട് അയാൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അത് വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യാൻ സ്വന്തം പറമ്പിൽ തെങ്ങ് കളിച്ചാലും വ്യായാമം ഉണ്ടാവും. കാരണം വ്യായാമം ചെയ്താൽ നമ്മുടെ ശരീരത്തിലുള്ള വയർപ്പുകളൊക്കെ ഒന്ന് പുറത്തു പോകാൻ സാധിക്കും. നമ്മുടെ ഉദാഹരണം, നിങ്ങളുടെ കൈയെടുത്ത മൂക്കിന്റെ ഭാഗത്ത് അമർത്തേക്ക് വെള്ള സാധനം കിട്ടും. അവിടെ അടഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറഭാഗത്ത്, ഉള്ളിലല്ല, പുറഭാഗത്ത് ഇവിടൊക്കെ. അത് മുഖത്തൊക്കെ നല്ല പ്രസ് ചെയ്ത് നല്ല ഗ്ലേസിങ് നല്ല പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ള ഒരു സാധനം കിട്ടും. അപ്പോൾ അതൊക്കെ പുറത്തേക്ക് പോകുന്ന വ്യായാമം ചെയ്ത് വിയർക്കണം. നമ്മുടെ ഉദാഹരണം നമ്മുടെ കൈയിന്റെ ഭാഗം കണ്ട ഇവിടെയൊക്കെ രോമത്തിലൊക്കെ ഹോൾസുകളുണ്ട്, നമ്മൾ കാണൂല എന്ന് മാത്രം. വിയർക്കുമ്പോൾ ഇതിനടിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുന്നതാണ് അല്ലേ, ഇവിടെയൊക്കെ വെള്ളം വരും, ഇവിടൊക്കെ പ്രത്യേകിച്ച് വെള്ളം വരുന്നതാണ്. അപ്പോൾ എന്നും നമ്മൾ വ്യായാമം ചെയ്യുക. അതിന് അർത്ഥം ഓട്ടം മാത്രമല്ല, കയ്യിലെ പറമ്പും കളിക്കാൻ പറ്റും. അങ്ങനെ കളിച്ചാൽ നമുക്ക് നല്ല ആരോഗ്യം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഭാവം സ്നേഹമാക്കുക. നമ്മുടെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ നല്ല പുഞ്ചിരിയോട് കൂടി സ്നേഹത്തിന്റെ വാക്കുകൾ കൊണ്ട് സമ്മാനിച്ചു കൊടുക്കുക. അത് അവർക്ക് നമുക്ക് എപ്പോഴും സന്തോഷം കിട്ടും, അവർക്ക് സന്തോഷം കിട്ടുക എന്നുള്ളതാണ്. 10ാമത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്, ഭാവം സേവനമാക്കുക എന്നുള്ളത്. 11ാമത്തെ കാര്യം, അതായത് 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് വാങ്ങാനുള്ള സന്തോഷം മാത്രം ഉണ്ടായപ്പോൾ കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. പിന്നെ വസ്ത്രധാരണം, അത് നമ്മൾ നല്ല രീതിയിലായിരിക്കും വസ്ത്രധാരണം. കാരണം നമ്മൾ മുഷിഞ്ഞ വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മൾ ദേഷ്യമാകും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമുക്ക് അടുക്കാനുള്ള ഒരു മടി കാണിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ നല്ല വസ്ത്രധാരണം, വൃത്തിയുള്ള നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. അതുപോലെ പഠനത്തിന് വേണ്ടി, വായനയ്ക്ക് വേണ്ടി സമയം കുറച്ച് കണ്ടെത്തുക. രാവിലെ ഖുർആൻ പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം 10 മിനിറ്റ് 15 മിനിറ്റ് ജ്യൂസെങ്കിലും ഓതാൻ 10-15 മിനിറ്റ് അതിന് വേണ്ടി ചിലവഴിക്കുക. വായനയ്ക്കും പഠനത്തിനും വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവാക്കുക. അതുപോലെ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നേരത്തെ ഉണരുക, 2 നേരം കുളിക്കുക, ദുആ ചെയ്യുക, ഉത്തരവാദിത്തമുള്ള കാര്യങ്ങൾ ചെയ്യുക, മുഖപ്രസന്നത ഉണ്ടായിരിക്കുക. ചില കാര്യങ്ങൾക്ക്, ഈ പറയപ്പെട്ട 1-2 കാര്യങ്ങൾക്കല്ലാതെ ധൃതി പിടിക്കാതിരിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കുക പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കണം. കുത്തിക്കയറ്റിക്കാണ് ഭക്ഷണം കഴിക്കരുത്. കുട്ടിയൊക്കെ ഭക്ഷണം കൊടുക്കുമ്പോൾ എനിക്ക് ഇനി ഭക്ഷണം വേണ്ട കുട്ടി ഇങ്ങനെ പറയുന്നുണ്ടാവും. അത് കേൾക്കൂല, അത് കുത്തി തിരികെ കൊടുക്കും. ആ കുട്ടിക്ക് ഒരു ആസ്വാദനം കിട്ടൂല. അപ്പൊ ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. വലിയൊരായാലും ചെറുതായാലും ആരായാലും ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക, ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. അതുപോലെ മുഖപ്രസന്നത, ഭക്ഷണം കഴിക്കുക. പിന്നെ വസ്ത്രധാരണ, ഒരാൾക്ക് നന്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ഫോണിലൂടെയും ഫോൺ ചെയ്തിട്ടെങ്കിലും നന്മ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യുക. വ്യായാമം ചെയ്യുക. പിന്നെ നല്ല പുഞ്ചിരിയോട് കൂടിയുള്ള മുഖത്തോട് കൂടി മറ്റുള്ളവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു രീതിയായിരുന്നു. അപ്പൊ അവിടുത്തെ ഉമ്മത്തിക്കാണ് നമ്മളപ്പോൾ നമ്മളാ പുഞ്ചിരിക്കുന്ന രീതി ആയിരിക്കണം. അതുപോലെ കൊടുക്കുന്നതിൽ പിശുക്ക് കാണിക്കാതിരിക്കുക. വ്യായാമത്തിനും പഠനത്തിനും വേണ്ടി സമയം കണ്ടെത്തുക. നേരത്തെ ഉറങ്ങുക. നേരത്തെ എണീറ്റത് മുതൽ നേരത്തെ കിടക്കുന്നവരെ ഈ കാര്യങ്ങൾ 24 മണിക്കൂറുള്ളിൽ ചെയ്യാൻ സാധിച്ചാൽ മനസ്സിന് നല്ല സന്തോഷം കിട്ടും, റാഹത്ത് കിട്ടും. നല്ലൊരു പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു ഇത് ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതിന് സമയം 24 മണിക്കൂറുണ്ട് കേട്ടോ. ദിവസം 24 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ ചെയ്ത് തീർത്താൽ മതി. ഇൻഷാല്ലാഹ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചുവന്ന നിറത്തിൽ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലൊന്ന് അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇൻഷാല്ലാഹ് നമുക്ക് മറ്റുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ഒരു പുസ്തകം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഞാൻ കുറച്ച് ശേഖരിച്ചെടുത്ത കാര്യങ്ങളും പ്രഭാഷണങ്ങൾ കേട്ട കാര്യങ്ങളൊക്കെ ഒന്നിച്ച് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കബൂൽ ചെയ്യുമാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.